പ്രിയ പ്രേക്ഷകർക്കും വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. നവംബർ മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനാ വിഷയമായി ആത്മഹത്യാ പ്രവണതകളും ചിന്തകളും പ്രകടിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായുള്ള പാപ്പയുടെ ആഹ്വാനം. വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് തയ്യാറാക്കിയ വീഡിയോയിലൂടെയാണ് പാപ്പ ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 വാർഷിക കണക്ക് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം 3ാം സ്ഥാനത്താണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ കണക്കുകളെടുത്താലും ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഓരോ വർഷവും 7,20,000 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. അതായത് ദിവസം 2000-ഓളം പേർ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നു. അതിൽ തന്നെ 50 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് കൂടുതലും. കുടുംബ പ്രശ്നങ്ങൾ, ബന്ധത്തകർച്ച, സാമ്പത്തിക ഭാരം, രോഗങ്ങൾ, തൊഴിൽ നഷ്ടം, പരീക്ഷയിലെ തോൽവി, വിഷാദം, ഇങ്ങനെ പല പല കാരണങ്ങൾ ഓരോ ആത്മഹത്യകൾക്ക് പിന്നിലുമുണ്ട്. യുഎസിലെ ഫീനിക്സ് രൂപതയുടെയും വത്തിക്കാൻ മീഡിയയുടെയും സഹകരണത്തോടെ പോപ്പിന്റെ വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് തയ്യാറാക്കിയ വീഡിയോയിലൂടെയാണ് ആത്മഹത്യ ചിന്ത പ്രകടിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം പാപ്പ നടത്തിയിരിക്കുന്നത്. നവംബർ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ വിഷയം പ്രസിദ്ധീകരിച്ചതിന്റെ അടുത്ത ദിവസങ്ങളിൽ, അതായത് നവംബർ 5 മുതൽ 7 വരെ തീയതികളിൽ പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ ഓഫ് കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനവും നടന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2026 ഒക്ടോബർ മുതൽ അജപാഠനപരമായ കാര്യങ്ങളിൽ മാനസികാരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പാപ്പ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിലെത്തി ലയോ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. കാസിൽ ഗൊണ്ടോൽഫിയിലേക്കുള്ള യാത്രാമധ്യേയാണ് റോമിലെ മേരി മേജർ ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിൽ പൂക്കൾ സമർപ്പിച്ച് ലയോ പാപ്പ പ്രാർത്ഥിച്ചത്. നവംബർ 3-ാം തീയതി ലയോ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും മരണമടഞ്ഞ കർദിനാൾമാർക്കും മെത്രാൻമാർക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. റുക്കേം മാസിനെ കുറിച്ച് കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. റുക്കേം മാസ് എന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. റുക്കേം എന്ന വാക്കിന് റെസ്റ്റ് എന്നാണ് അർത്ഥം. മരിച്ച് വിശ്രമം പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന എന്ന് ഇതിനെ വിശദീകരിക്കാം. മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി അർപ്പിക്കുന്ന എല്ലാ കുർബാനകളെയും ഈ വാക്കിൽ ഉൾപ്പെടുത്താം. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ ആശയവുമായും ഈ കുർബാനയ്ക്ക് ബന്ധമുണ്ട്. കത്തോലിക്ക സഭ ഇപ്പോഴും നിലനിർത്തിപ്പോരുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് റുക്കേം കുർബാന. മരിച്ച് സ്വർഗത്തിലെത്തിയവർക്ക് നമ്മുടെ പ്രാർത്ഥനകളുടെ ആവശ്യമില്ല. നരകത്തിൽ പോയവരെ രക്ഷപ്പെടുത്താൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിവുമില്ല. എന്നാൽ പിന്നെ ആർക്കാണ് നാം അർപ്പിക്കുന്ന കുർബാനകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പ്രയോജനമുള്ളത്? ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക്. നമ്മൾ ചൊല്ലിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന കുർബാനകളും ചൊല്ലുന്ന പ്രാർത്ഥനകളും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് സഹായകരമായി മാറാറുണ്ട്. അതുകൊണ്ട് ഈ മാസമെങ്കിലും നമുക്ക് കൂടുതലായി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുകയും കുർബാനകൾ അർപ്പിക്കുകയും ചെയ്യാം. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ബന്ധം വഷളായതിൽ ലയോ 14 പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു. കാസിൽ ഗൊണ്ടോൽഫിയിൽ നിന്ന് വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ലയോ പാപ്പ. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സംവാദത്തിലൂടെ പരിഹാരം കണ്ടെത്താനും ജനതകൾക്ക് നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സംവാദത്തിലൂടെ പരിഹാരം കണ്ടെത്താനും പാപ്പ ആഹ്വാനം ചെയ്തു. പ്രാർത്ഥനയും പ്രബോധനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് സെമിനാരി വിദ്യാർത്ഥികളോട് മാർപ്പാപ്പ. പ്രബോധനമില്ലാത്ത ഭക്തി ദുർബലവും വൈകാരികവുമാണെന്നും പ്രാർത്ഥനയില്ലാത്ത പ്രബോധനം തണുപ്പുള്ളതും ജീവനില്ലാത്തതുമാണെന്നും പാപ്പ പറഞ്ഞു. രണ്ടും തുല്യതയോടെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നിങ്ങൾ ജീവിക്കുന്നത് ആധികാരികമായിട്ടാണെന്ന് പ്രഖ്യാപിക്കുന്നത് സ്ഥിരതയോടെ ജീവിക്കാനും കഴിയൂ. പെറുവിലെ ട്രൂജില്ലോ അതിരൂപതയിലെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് എഴുതിയ കത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുന്നതിനൊപ്പം ക്രിസ്തുവിനോട് അടുത്തിരിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ സെമിനാരി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പെറുവിലെ സാൻ കാർലോ വൈ സാൻ മാർസലോ സെമിനാരിയുടെ 400-ാം വാർഷികം പ്രമാണിച്ചാണ് പാപ്പ സെമിനാരി വിദ്യാർത്ഥികൾക്കായി കത്തെഴുതിയത്. വിശുദ്ധരായി രൂപപ്പെടുത്തി ദൈവജനത്തിന്റെ അടുത്തേക്ക് ഐക്യപ്പെടുന്നതിനായി
സെമിനാരി വിദ്യാർത്ഥികളെ സഭയ്ക്ക് ആവശ്യമുണ്ടെന്നും പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് പെറുവിൽ മിഷണറിയായി സേവനം ചെയ്തിരുന്ന കാലത്ത് ഈ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. നിമിഷങ്ങളെ ഓർമ്മകളാക്കി മാറ്റിയ ക്യാമറമാൻ വിരമിച്ചു. ഒരു വിരമിക്കൽ ചടങ്ങിന്റെ വാർത്തയാവാം അടുത്തത്. ഓരോ സംഭവങ്ങളും ഓരോ നിമിഷങ്ങളും നാളെ ഓർമ്മിക്കത്തക്കതാകുന്നത് അത് ആരെങ്കിലുമൊക്കെ പകർത്തുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ്. വത്തിക്കാനുമായി ബന്ധപ്പെട്ട പല മുഖങ്ങളെയും സംഭവങ്ങളെയും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഛായാഗ്രഹനാണ് ഫ്രാഞ്ചെസ്കോ സ്ഫ്രോത്സ. 48 വർഷത്തെ വത്തിക്കാൻ ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ പോൾ 6 പാപ്പ മുതൽ ലെയോ 14 പാപ്പ വരെ സഹകരിച്ചുള്ള ഔദ്യോഗിക ജോലിയാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഫ്രാഞ്ചെസ്കോ ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് വിരമിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരും തലമുറകളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. മ്യാൻമറിനെ മറക്കരുതെന്ന് ലോകജനതയെ ഓർമ്മിപ്പിച്ച് പൊതുദർശന പരിപാടിയിൽ മാർപ്പാപ്പ. ആഭ്യന്തര യുദ്ധം മൂലം ദുരിതത്തിൽ കഴിയുന്ന മ്യാൻമറിനെയും മനുഷ്യ സഹായം കൂടുതൽ ആവശ്യമുള്ള അവിടുത്തെ ജനങ്ങളെയും മറക്കരുതെന്ന് ബുധനാഴ്ചയിലെ പൊതുദർശന പരിപാടിയിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് പാപ്പ അഭ്യർത്ഥിച്ചു. സഹോദരീ സഹോദരന്മാരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സംഘടനകളുടെ ഫലമായി ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മ്യാൻമറിനെ കുറിച്ച് പ്രത്യേകമായി ഞാൻ ചിന്തിക്കുന്നു. ബർമീസ് ജനതയെ മറക്കരുതെന്നും ആവശ്യമായ സഹായം നൽകണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സായുധ സംഘടനകൾ, നിർബന്ധിത കുടിയിറക്കം, അടിസ്ഥാന വിഭവങ്ങളുടെ അഭാവം എന്നിവയാൽ ദുരിതമനുഭവിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയോർത്തും അവിടങ്ങളിൽ ദീർഘകാലമായി തുടരുന്ന അക്രമങ്ങളെക്കുറിച്ചും തനിക്കുള്ള ആശങ്ക പാപ്പ പ്രകടമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ കാണിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി രൂക്ഷനില പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. 2025 ഏകദേശം 20 ദശലക്ഷം ആളുകൾക്ക് സഹായം ആവശ്യമായി വരുമെന്നും ഏകദേശം 3.5 ദശലക്ഷം പേർ കുടിയിറക്ക ഭീഷണി നേരിടുന്നുണ്ടെന്നും പലരും അപകടകരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും കണക്കുകൾ പറയുന്നു. മാർച്ചിലുണ്ടായ ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും പരിമിതമായ അന്താരാഷ്ട്ര ധനസഹായവും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഇടങ്ങളിലാണ് പെസഹ രഹസ്യത്തിന്റെ സന്ദേശം പ്രത്യാശ പടർത്തുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം വെറുമൊരു ആശയമോ തത്വമോ അല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ സംഭവമാണ്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി സഹനാനുഭവങ്ങൾക്ക് മുമ്പിൽ പെസഹ പകരുന്ന പ്രത്യാശയുടെ പുലരി വെളിച്ചത്തിനായി ഇന്നത്തെ ലോകം കൊതിക്കുന്നു, പാപ്പ പറഞ്ഞു. എക്യുമെനിക്കൽ യാത്രയിൽ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ലയോ പാപ്പ. യൂറോപ്പിലെ മെത്രാൻ സമിതിയുടെയും യൂറോപ്പിലെ വിവിധ സഭകളുടെ കോൺഫറൻസിന്റെയും സംയുക്ത കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. 25 വർഷം മുമ്പ് തയ്യാറാക്കി ഒപ്പുവെച്ച ആദ്യ എക്യുമെനിക്കൽ ചാർട്ടർ നവീകരിക്കേണ്ടി വന്നത് ഈ വെല്ലുവിളികളെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പാപ്പ വിശദീകരിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക നമുക്ക് സുപരിചിതമാണ്. ബസിലിക്ക കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ആദ്യം മുടക്കുന്നത് അതിന്റെ താഴികക്കൂടമാണ്. ഈ താഴികക്കൂടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവയ്ക്കാം. മൈക്കലാഞ്ചലോയാണ് ഇങ്ങനെയൊരു താഴികക്കുടം വിഭാവനം ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് ഡ്രം വരെ പൂർത്തിയാക്കാനേ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും മൈക്കലാഞ്ചലോ മരണമടഞ്ഞിരുന്നു. അതേ തുടർന്ന് ഡൊമിനിക്കോ ഫൊണ്ടാനിയും ആർക്കിടെക്ട് ജിയോക്കോമോ ഡെല്ലും ചേർന്നാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 800ഓളം തൊഴിലാളികളുടെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി 22 മാസം കൊണ്ടാണ് താഴികക്കുടത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. തുടക്കത്തിൽ പ്ലാൻ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒഗീവൽ ആകൃതിയിലാണ് ഡോം അവസാനം പൂർത്തീകരിക്കപ്പെട്ടത്. 1593 നവംബർ 18-നാണ് താഴികക്കുടം സ്ഥാപിച്ചത്. പോപ്പ് ക്ലെമന്റ് 8-ാമന്റെ കാലത്തായിരുന്നു അത്. പോപ്പ് സിക്സ്റ്റസ് 5-ാമന്റെ കാലത്തായിരുന്നു നിർമ്മാണം ആരംഭിച്ചത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ പേര് ലിഖിതത്തിൽ എഴുതിയിട്ടുണ്ട്. കൂടാതെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും താഴികക്കുടത്തിന്റെ അടിഭാഗത്തുള്ള മൊസൈക് ഫ്രൈസിൽ സ്വർണ്ണ പശ്ചാത്തലത്തിൽ നീല അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴികക്കുടത്തിന്റെ ഉപരിതലത്തിന് 3000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ഉള്ളത്. ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന വിധത്തിൽ കൈകൾ നീട്ടി നിൽക്കുന്ന നിത്യപിതാവ്, സെറാഫീം, മാലാകമാർ, സ്നാപക യോഹന്നാൻ, പരിശുദ്ധ അമ്മ, വിശുദ്ധ പൗലോസും അപ്പോസ്തലന്മാരും പാത്രിയർക്കീസുമാരും മെത്രാന്മാരും എന്നിവരുടെ രൂപങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്.
താഴികക്കുടത്തിന്റെ മുകളിലുള്ള കുരിശിന് 133 മീറ്ററിലധികം ഉയരമുണ്ട്. റോമിലെ സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ ലയോ 14 പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇത് 3-ാം തവണയാണ് പാപ്പ റോമിലെ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ എത്തിയത്. മെയ് 25-നും സെപ്റ്റംബർ 19-നുമായിരുന്നു മാർപ്പാപ്പ മുമ്പ് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ എത്തിയിരുന്നത്. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ആഴത്തിലായിരിക്കണം സഭ പണിയേണ്ടതെന്ന് പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. 2000-ലേറെ വർഷം പഴക്കമുള്ള ദേവാലയത്തിന്റെ ഭൗതികമായ അടിസ്ഥാനത്തെ പരാമർശിച്ചുകൊണ്ട് പാപ്പ തുടർന്നു. ഇതിന്റെ നിർമ്മാതാക്കൾ ആഴത്തിൽ ഈ ദേവാലയത്തിന് അസ്ഥിവാരമിട്ടില്ലായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ദേവാലയം തകർന്നു വീഴുമായിരുന്നു. ജീവനുള്ള സഭയിലെ തൊഴിലാളികൾ എന്ന നിലയിൽ ശ്രദ്ധേയമായ ഘടനകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മളും ആദ്യം നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ആഴത്തിൽ കുഴിയെടുത്തിരിക്കണം. ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മെ അസ്ഥിരപ്പെടുത്തുന്ന ഏതൊരു വസ്തുവും നാം നീക്കം ചെയ്യണം, പാപ്പ ഓർമ്മിപ്പിച്ചു. റോമിലാണ് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക കത്തീഡ്രലും റോമിലെ ബിഷപ്പിന്റെ ആസ്ഥാനവും ഈ ദേവാലയമാണ്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് മെട്രോ വഴി 14 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാം. ലാറ്ററൻ ഉടമ്പടിയിൽ ഒപ്പിട്ടതുകൂടാതെ 5 ലാറ്ററൻ കൗൺസിലുകളും ഇവിടെ നടന്നിട്ടുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ സെർജിയസ് 3-ാമൻ പാപ്പ ഈ ദേവാലയം സ്നാപക യോഹന്നാന് സമർപ്പിച്ചുവെങ്കിലും 12-ാം നൂറ്റാണ്ടിൽ ലൂസിയസ് 2-ാമൻ മാർപ്പാപ്പ യോഹന്നാൻ ശ്ലീഹായുടെ പേരിൽ ദേവാലയം മാറ്റി. 4-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാർ അവിഞ്ഞോണിലേക്ക് താമസം മാറിയപ്പോൾ മാർപ്പാപ്പമാരുടെ പ്രധാന ആസ്ഥാനമായി തീർന്നു ലാറ്ററൻ. അതോടെ കത്തോലിക്ക സഭയുടെ ജീവിതത്തിന്റെ പ്രതീകവും ഹൃദയവുമായി ലാറ്ററൻ മാറുകയായിരുന്നു. ലയോ 14 പാപ്പ ജനുവരിയിൽ കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററി വിളിച്ചുകൂട്ടും. ഇതു സംബന്ധിച്ച് കർദിനാൾമാർക്ക് നവംബർ 6-ന് പാപ്പ കത്തുകൾ അയച്ചു. 2026 ജനുവരി 7-8 തീയതികളിലായിരിക്കും കൺസിസ്റ്ററി നടക്കുന്നത്. സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് 2022 ഓഗസ്റ്റ് 29-30 തീയതികളിലാണ് ഇതിനു മുൻപ് കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററി വിളിച്ചു ചേർത്തത്. ജോൺ പോൾ 2-ാമൻ പാപ്പ തന്റെ ഭരണകാലത്ത് 6 തവണ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി വിളിച്ചിട്ടുണ്ട്. എന്നാൽ ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ കാലത്ത് ഒന്നുപോലും നടന്നിട്ടില്ല. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം ആസക്തിയാണെന്ന് മാർപ്പാപ്പ. വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. അടുത്ത കാലത്തായി പുതിയ തരം ആസക്തികൾ മനുഷ്യരെ പിടികൂടിയിരിക്കുകയാണെന്ന് പാപ്പ. ഇറ്റലിയിലെ പ്രസിഡൻസി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സംഘടിപ്പിച്ച 7ാമത് നാഷണൽ കോൺഫറൻസ് ഓഫ് അഡിക്ഷനിൽ പങ്കെടുത്തവരെ സംബോധന ചെയ്തുള്ള വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. മദ്യവും മയക്കുമരുന്നും പോലെയാണ് പുതിയ രീതിയിലുള്ള ആസക്തികൾ മനുഷ്യരെ പിടികൂടിയിരിക്കുന്നത്. ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോണുകൾ എന്നിവയുടെയും അമിതോപയോഗം ആരോഗ്യത്തിനുൾപ്പെടെ നിഷേധാത്മകമായ പരിണിത ഫലങ്ങളാണ് വരുത്തിവെക്കുന്നത്. പെരുമാറ്റത്തെയും അനുദിന ജീവിതത്തെയും ദോഷകരമായി ബാധിച്ചുകൊണ്ട് അതൊരു ഒബ്സഷനായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനായി എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പാലസ്തീൻ ജനതയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ച പരിഗണനയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മകളുമായി പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പാപ്പയുടെ കല്ലറക്കരികിൽ വന്നു. പാലസ്തീനോട് ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ച അനുഭാവപൂർവമായ സമീപനം തനിക്ക് മറക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ലയോ 14 പാപ്പയുമായി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി. ചരിത്രത്തിലുടനീളം മെക്സിക്കോയിൽ സഭ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങളെയും വാഴ്ത്തപ്പെട്ട ജുവാൻഡെയും പ്രശംസിച്ച് ലയോ 14 പാപ്പ. സുവിശേഷത്തിന്റെ പൊളിപ്പ് മെക്സിക്കോയിൽ എത്തിയത് ഏതാനും മിഷണറിമാരുടെ കൈകളിലൂടെയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:33 ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. ക്രിസ്തു കൽപ്പിച്ചത് ചെയ്യാനുള്ള ദൗത്യം വിശ്വസ്തയോടെ ഏറ്റെടുത്ത ആദ്യ സുവിശേഷ പ്രവർത്തകർക്ക് ഗ്വാഡലോപ്പെ മാതാവിന്റെ സന്ദേശം മിഷണറി പ്രവർത്തനങ്ങളിൽ വലിയ ഊർജം നൽകി. തന്റെ ശുശ്രൂഷയെ സേവനമായും പുളിമാവായും മനസ്സിലാക്കിയ പാസ്റ്ററും മിഷണറിയുമായിരുന്നു വാഴ്ത്തപ്പെട്ട ജുവാൻ ഡി പാൽഫോക്സ് എന്നും പാപ്പ പറഞ്ഞു. 1600കളുടെ മധ്യത്തിൽ ഹൂബ്ലയിലെ മെത്രാനായിരുന്നു വാഴ്ത്തപ്പെട്ട ജുവാൻ.
17ാമത് നാഷണൽ മിഷണറി കോൺഗ്രസ് ഓഫ് മെക്സിക്കോയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കുള്ള സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. വത്തിക്കാൻ ഡയറിയിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പതിവ് പോലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.